അങ്ങനെ നമ്മുടെ മീൻ വറുത്ത് റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായ മസാല കൊണ്ടാണ് നമ്മളിത് വറുത്തെടുത്തിരിക്കുന്നത്. മീനിൻ്റെ യഥാർത്ഥ രുചി കിട്ടാൻ ഇതുപോലെ വറുത്തെടുക്കണം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മീൻ വറുത്തതാണ്. കരുതലെന്ന പരമ്പരയിലെ 21ാമത്തെ വീഡിയോ ആണിത്. വളരെ സിമ്പിളായിട്ട് എങ്ങനെ മീൻ വറുക്കാം എന്ന് നമുക്ക് നോക്കാം. ഫ്രൈ ചെയ്യാനായിട്ട് നമ്മളിവിടെ 4 അയിലയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ഏത് മീനും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. മീൻ നമ്മൾ വൃത്തിയാക്കി നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ വരയിട്ട് കൊടുക്കാം. അല്പം ചരിച്ച് ഇതുപോലെ വരയിട്ട് കൊടുക്കണം. മീനെല്ലാം നമ്മൾ വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു മസാലയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അതിനായിട്ട് നമുക്കൊരു പാത്രത്തിൽ 1 ടേബിൾ സ്പൂൺ നിറയെ മുളക് പൊടി എടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർക്കാം. മീൻ പൊടിഞ്ഞു പോകാതിരിക്കാനും നല്ലൊരു രുചി കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മൾ വിനാഗിരി ചേർക്കുന്നത്. ഇനി ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് നമുക്കിത് കുഴച്ചെടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് മീനിൽ തേച്ച് പിടിപ്പിക്കാം. മീൻ നമ്മൾ മസാല പുരട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. മീൻ വറുത്തത് എപ്പോഴും ചൂടോടെ കഴിക്കാനാണ് രുചി. അതുകൊണ്ട് കഴിക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് വറുത്തെടുത്താൽ മതി. മീൻ മസാല പുരട്ടി വെച്ചിട്ട് അരമണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തെടുക്കാം. മീൻ വറുത്തെടുക്കാൻ നമുക്ക് ഒരു ഫ്രൈങ് പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിൽ കുറച്ച് കറിവേപ്പില നിരത്തി കൊടുക്കാം. ഇങ്ങനെ നിരത്തി കൊടുത്താൽ മീനിന് ഒരു രുചി കിട്ടുമെന്ന് മാത്രമല്ല അടിയിൽ ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയും കുറഞ്ഞു കിട്ടും. ഇനി വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്ന ശേഷം മീൻ ഇതിലേക്ക് നിരത്തി കൊടുക്കാം. തീ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. മീൻ പൊടിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് വെളിച്ചെണ്ണ നന്നായി ചൂടായതിന് ശേഷമേ മീൻ ഫ്രൈ ചെയ്യാവൂ. അതുപോലെ മീനിൻ്റെ ഒരു ഭാഗം നന്നായി ഫ്രൈ ആയതിനു ശേഷമേ മറിച്ചിടാവൂ. ഇപ്പോൾ മീനിൻ്റെ ഒരു ഭാഗം നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് മറിച്ചിടാം. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അടിച്ചുവിടാനും മറന്നു പോകരുതേ. ഇപ്പോൾ മീനിൻ്റെ 2 ഭാഗം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ മീൻ വറുത്ത് റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായ മസാല കൊണ്ടാണ് നമ്മളിത് വറുത്തെടുത്തിരിക്കുന്നത്. മീനിൻ്റെ യഥാർത്ഥ രുചി കിട്ടാൻ ഇതുപോലെ വറുത്തെടുക്കണം. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എന്നോട് അഭിപ്രായങ്ങൾ പറയണം. മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം. ബൈ.